എന്തുണ്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഓ ഈ ചൂടുള്ള സമയത്ത് നല്ല ചൂടുള്ള കച്ചവടം. ചൂടുള്ള കച്ചവടം അല്ലേ? കണ്ണൂര് വന്ന് ഞാൻ മലപ്പുറത്ത് നിന്ന് വരികയാണ്. കണ്ണൂര് വന്ന് കുറച്ച് പടക്കം വാണ്ട ഊന്ന് എങ്ങനെയാന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങിയ. എന്താണ് ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റം ഏതാ? ഡിമാൻഡുള്ള കണ്ണൂരല്ലേ ചുവപ്പിന് തന്നെയാണ് ഡിമാൻഡ്. ചുവപ്പ് പൂക്കുറ്റി, ചുവപ്പ് നിലച്ചക്രം, അതുപോലെ തന്നെ ചുവപ്പ് പൊട്ടുന്ന ചടക്കങ്ങൾക്കാണ് ഡിമാൻഡ്. അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം അത്ര അങ്ങ് ചോദില്ലാലോ. അല്ല, ഇപ്രാവശ്യം എന്തായാലും ചോക്കുമെന്നുള്ള ഉറപ്പാണ്. ഇപ്രാവശ്യം ഒന്നും കൂടെ ചോക്കാൻ പോകാൻ. ഏട്ടാ ഈ 7 വർഷം ഇവിടെ ചോപ്പ് പൊട്ടിയതിന്റെ കാണാനുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വിഷുവാണ്. ഇപ്പൊ എല്ലാം വിഷുവായിട്ട് നടക്കുക ഇടാ. ജനങ്ങൾക്ക് പെൻഷൻ ഇല്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, എല്ലാം ഇടാ. പടക്കം മരിയായി. 5 വർഷക്കാലം കണ്ണൂരിലെ MP ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കുറവ് പാർലമെന്റിൽ പങ്കെടുത്ത ഹാജർ നിലയിൽ ഏറ്റവും കുറവ് പങ്കെടുത്ത MP ആണ് കെ സുധാകരൻ. അത് പറയുന്ന ചില കേക്കാർ മാത്രം. പിന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പോലും അവർ ചർച്ച ചെയ്യുന്നുണ്ടായില്ല. പലരും ഭക്ഷണത്തിൻ്റെ ഫ്ലൈറ്റ് കിട്ടായിട്ട് അതുപോലെ തന്നെ പ്ലേറ്റ് പരതി കൊണ്ടുപോയതാണ് പല പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് പാർലമെന്റിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഐക്യമുന്നണിയുടെയും എന്നതാണ് കാണുന്നത്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിന് ഇവർ പറഞ്ഞതുപോലെ തന്നെ കേരളം അല്ലെങ്കിൽ ചുവപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ചുവപ്പും എന്നുള്ള ഉറപ്പാണ്. അത് റിസൾട്ട് വരുമ്പോൾ ഇവർക്ക് അങ്ങ് തിരിഞ്ഞോളും കണ്ണൂർ എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു ഗുണ്ട് പൊട്ടും, ചുവപ്പ് വോട്ട് അല്ല, ഇവിടെ തന്നെ ഗുണ്ട് വിജയത്തിന്റെ ചുവപ്പ് വോട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഗുണ്ട് പൊട്ടും എന്തായാലും. ഇപ്പം പാനൂരൊന്ന് പൊട്ടിയിട്ടുണ്ടല്ലോ. പാനൂര് മാത്രമല്ല പൊട്ടിയ, നാദാപുരം പൊട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് ഇവര് ജോലി തൊഴിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ അങ്ങേറ്റം വഞ്ചിക്കുന്ന 7 വർഷം വഞ്ചിച്ചൊരു സർക്കാരായി. പെരുമഴയത്ത് തിരുവനന്തപുരത്ത് PSC റാങ്കിങ് ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർ റോഡിലിഴിയ കരഞ്ഞുകൊണ്ട്. ഏറ്റവും കൂടുതൽ PSC ഇത് നിയമനം കൊടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ കാലത്തുള്ള ഗവൺമെന്റാണ്. ആർക്കാ കൊടുത്തിട്ടുള്ളത്? SFIക്കാർക്കും DYFIക്കാർക്കും അതുപോലുള്ള നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ ഇങ്ങനെ ജോലി കൊടുത്തിട്ടുള്ളൂ. ജോലി കൊടുക്കുന്നത് വെറുതെ പോയിട്ടല്ല ജോലി കിട്ടുന്നത് അത് അതിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് തന്നെ അവർ പരീക്ഷ എഴുതിക്കൊണ്ട് തന്നെയാണ് അവർ ജോലി നേടുന്നത്. അതിലെല്ലാവർക്കും കിട്ടും. അപ്പോൾ DYFIക്കാർ മാത്രം നിങ്ങൾ എടുത്തു പറയുന്നത് മാത്രമല്ല കിട്ടുന്നത്, കഴിവുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കഴിവുള്ള ആൾക്കാരാണ് തെരുവിൽ സമരം ചെയ്യുന്നത്. പിൻവാതിലൂടെയും മറ്റുള്ള രീതിയിലും ഒക്കെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് കഴിവുള്ളവരാണെങ്കിൽ സർക്കാരിനെതിരെ തിരുവനന്തപുരത്ത് ഉദ്യോഗത്തെയാണ് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇന്നലെ സർക്കാർ പറയുണ്ടായി പെൻഷൻ കൊടുക്കുന്നത് അവകാശമല്ല, ഔദാര്യമാണെന്ന്. അപ്പോൾ പെൻഷൻ ഇത്രയും നാളും ഔദാര്യമായിട്ടാണോ നിങ്ങൾ കൊടുത്തത്? സർക്കാർ അങ്ങനെ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരാൾ പറഞ്ഞൊരു പ്രശ്നം അവിടുത്തെ വലിയൊരു വാർത്തയാക്കിയാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇന്നലത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ്. ഇവർ 10-15 കൊല്ലം ഭരിച്ച ബംഗാളിലെ അന്ന് ബംഗാളിൽ തോറ്റേരം അന്ന് പാർട്ടിക്ക് 30% വോട്ടുണ്ടായിനി. ആ 30% അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അത് 10% വോട്ടിംഗ് ഷെയർ ആയി. ബാക്കി പാർട്ടി അടക്കം ഓഫീസ് അടക്കം പാർട്ടി നേതാക്കൾ അടക്കം ഇപ്പം BJP-ലാണ്. ഇന്നത്തെ കേരളം നാളത്തെ ബംഗാളിൽ ഇത്തവണ നമ്മൾ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാണ്. നമ്മൾ കാണാം ഈ തെരഞ്ഞെടുപ്പിൽ. അതായിക്കോട്ടെ, പാർട്ടി ഓഫീസ് നമ്മൾ വളരെ ചെറിയ ആൾക്കാരായാലും നമ്മൾ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ എപ്പാ പൊട്ടിത്തെറിക്കുക. ഒന്നാമതേ ചൂട്, നിങ്ങളെ ചൂടും കൂടെ ആയാല് അതാണ് കണ്ണൂരിലെ സ്ഥിതി. മൊത്തത്തിൽ ചൂടാണ്. ഇങ്ങോട്ടും എനിക്ക് പറയാൻ അവസരമേ കിട്ടിയില്ല. ഉത്തരത്തിന് തർക്കുത്തരായിട്ടാണ് കണ്ണൂരിലെ അവസ്ഥ. നല്ല തെരഞ്ഞെടുപ്പ് ചൂടാണ്. അപ്പോൾ ബാക്കിയല്ല 26-ാം തീയതി വോട്ടർമാർ കാണിക്കുന്നതാണ് നമുക്ക് എന്തായാലും ഇവിടുന്ന് മനസ്സിലാവുന്നത്.